തരിശായി കിടന്ന 2 ഏക്കർ ഭൂമി. വർഷങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ വിളഞ്ഞത് 100 മേനി. ഇന്ന് സമ്മിശ്ര കൃഷി രീതിയിലൂടെ എല്ലാത്തരം കാർഷിക വിളകളും തഴച്ചു വളരുന്നുണ്ടിവിടെ. സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന മാവൂർ സ്വദേശി ബിജു വിജയനാണ് ഈ തരിശുഭൂമിയിലെ കാർഷിക വിപ്ലവത്തിന് പിന്നിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങൾ ഞാൻ അധികം വീട്ടിലിരിക്കാറില്ല, കൃഷിസ്ഥലങ്ങളിലാണ് യൂട്ടിലൈസ് ചെയ്യുക. അത് കാരണം എനിക്ക് കിട്ടുന്ന മാനസിക സന്തോഷം വളരെ അധികമാണ്. അത് കാരണം യുവതലമുറയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങി വരണം. നിങ്ങൾ ഈ കൃഷിയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കൃഷിയിലേക്ക് ഇറങ്ങണം. മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചെങ്കിലും കൃഷിയായിട്ട് ചെടി പരിപാലനമായിട്ടും ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, എൻ്റെ ജീവിതമാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുക. ജോലി തിരക്കിനിടയിലെ ഒഴിവ് സമയങ്ങളെല്ലാം ബിജു കാർഷിക പരിചരണത്തിന് മാറ്റിവെക്കും. നെല്ലും വാഴയും ചേമ്പും മഞ്ഞളും മരച്ചീനിയും തെങ്ങും പപ്പായും തുടങ്ങി എല്ലാ കൃഷികളും കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പിലെ 2 ഏക്കറിൽ സമൃദ്ധമായി വിളയുന്നുണ്ട്. ഇതിനു പുറമെ വിത്തും തൈകളും ഉൽപ്പാദിപ്പിച്ച് സൗജന്യമായി നൽകുന്നുമുണ്ട് ബിജു. കൊടിയത്തൂർ കൃഷിഭവനാണ് ബിജു വിജയന്റെ കാർഷിക വിജയത്തിന് പിന്തുണ നൽകുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്നത് ഈ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛനെയും അച്ചച്ചനെയും ഒക്കെയാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഈ കൃഷിയോട് ചെറുപ്പം തൊട്ടേ എനിക്ക് അഭിനിവേശമാണ്. ഈ കൃഷിയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളാണ്. നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാം, നല്ല നാച്ചുറലായിട്ടുള്ള ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അങ്ങനെ ഒരാൾക്ക് നമ്മളിലൂടെ പലരിലേക്കും പ്രചോദനമായി നമ്മുടെ കേരളത്തിൽ മുഴുവൻ നമുക്ക് കൃഷിയോടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. പാരമ്പര്യമായി കിട്ടിയ കാർഷിക അറിവുകളും ഓരോ കൃഷിയുടെയും വിജയത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നാണ് ബിജുവിന്റെ അഭിപ്രായം. ETV ഭാരത്, കോഴിക്കോട്.